ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക ക്യാബിനറ്റ് യോഗം ചേരുകയാണ്. പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതടക്കമുള്ള ചർച്ചകളാണ് ക്യാബിനറ്റിൽ പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപനാണ് ചേരുന്നത്. നന്ദഗോപൻ, ഇന്നലെ 12 മണിയോടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്, യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ഉറപ്പ് പ്രധാനമന്ത്രി ഭാരതത്തിലെ യുവാക്കൾക്ക് നൽകുകയാണ്. അതായത് ഇനി ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായാൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. കർശനമായ നിയമവ്യവസ്ഥകൾ, ശിക്ഷണ വ്യവസ്ഥകൾ, 5 ലക്ഷം രൂപ, 5 വർഷം വരെ ജയിലിൽ കഠിന തടവ്, 50 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്നതടക്കമുള്ള അതികർശനമായ നിയമവ്യവസ്ഥയ്ക്ക് രൂപം കൊടുക്കുകയാണ്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റവും സജീവമായി ചർച്ച നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ നിലിമ, കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി ഒരു കാര്യം ഊന്നിപ്പറയുകയാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി, ആ ഭാവി വെച്ച് ഒരു കാരണവശാലും ഇനി ഒരു കളി കളിക്കുവാൻ ആരെയും അനുവദിക്കില്ല. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ അത് അനവധി വിദ്യാർത്ഥികളുടെ ജീവിതവും ഭാവിയും ഒക്കെയാണ് നിർണ്ണയിക്കുന്നത്. അവരെ മറ്റൊരു ദിശയിലേക്ക്, ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായി വളർത്തുന്നതിൽ ഏറെ നിർണായകമായ പങ്ക് വഹിക്കേണ്ടത് ഇത്തരം ചോദ്യപേപ്പറുകളും പരീക്ഷകളുമാണ്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഇനി അനുവദിക്കില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള പോരായ്മകളും ഇനി ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിനുവേണ്ട നടപടികൾ ഇതിനോടകം തന്നെ കൈക്കൊണ്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് രാജ്യത്തെ ഹൈക്കോടതികൾക്ക് കീഴിൽ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള തീരുമാനം ഇന്നലെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. അത് ഇപ്പോൾ സഭയിലും ആ കാര്യങ്ങൾ പ്രതിപക്ഷത്തെയും കൃത്യമായി ധരിപ്പിച്ചിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ കൃത്യമായ ഒരു ബില്ല് രൂപീകരിക്കണം. അതായത് കൃത്യമായ നിയമം ഇതിനു വേണ്ടി കൊണ്ടുവരണം. അതിന് സഭയിൽ ബില്ല് അവതരിപ്പിക്കണം. ഇതിനു മുന്നോടിയായിട്ടാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലും പ്രധാനമന്ത്രി ഇക്കാര്യം ഊന്നിപ്പറയുകയുണ്ടായത്. അതായത് ശിക്ഷ ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഈ പ്രവൃത്തി കാണിക്കുന്നവർക്ക് അർഹമായ ശിക്ഷ എത്രയും വേഗം ഉറപ്പാക്കണം എന്നുള്ളതാണ്. അത് ചോദ്യം കാശ് കൊടുത്ത് വാങ്ങുന്നവർക്കാണേലും കാശിന് വേണ്ടി ഈ ചോദ്യം വിൽക്കുന്നവർക്കാണേലും കൃത്യമായ അർഹിക്കുന്ന ശിക്ഷ നൽകണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിയമത്തിൽ കൃത്യമായ ഭേദഗതി വേണം. നിയമത്തിൽ ഭേദഗതി വേണമെങ്കിൽ പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതിനു മുന്നോടിയായാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇതിനു പുറമെ രാജ്യത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം കൂടി മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിഷേധത്തിൻ്റെ മറവിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ അധിക്ഷേപിക്കുവാൻ ഉതകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം വിലയിരുത്തിയത്. ഇതിനായി ശാശ്വത പരിഹാരം വേണം. നിലവിൽ ഇത്തരമൊരു ചർച്ചകൾ ഈ പാർട്ടി നേതാക്കളുമായി നടക്കുന്നുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷം എന്താണോ തീരുമാനം വരുന്നത് അതിന് അനുസൃതമായിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ രാജ്യത്തെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളും ആഭ്യന്തര സംഘർഷ സാധ്യതകളൊക്കെ അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ ഈ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച അത് മേലിൽ ഈ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടായിരുന്നു. നീലിമ, ഒപ്പം തന്നെ നന്ദൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രതിപക്ഷത്തിന്റെ നിലപാട് കൂടി ഒന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സർക്കാർ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ഡിമാൻഡുകളുമായി എത്തുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. മാത്രവുമല്ല, ഇതുവരെ സോനം വാങ്ചുക്കിനെ തലയിലേറ്റി നടന്നവർ ഇപ്പോൾ സോനം വാങ്ചുക്കിനെ കൈയൊഴിയുന്ന സ്ഥിതി, അദ്ദേഹത്തെ അവഹേളിക്കുന്ന സ്ഥിതി, ഇതൊക്കെ കാണുകയാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിൽ നിന്ന്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ഭാവി കരുതി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കരുത് എന്നുള്ള അപേക്ഷ ഇതിനോടകം തന്നെ ഭരണപക്ഷം പ്രതിപക്ഷത്തിന് മുന്നിൽ വെച്ച് കഴിഞ്ഞു. സഭ തടസ്സപ്പെടുത്തരുത്. പലതവണ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്നു. എന്തിനാണ് സഭ തടസ്സപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് ആദ്യ ദിനം തന്നെ ഉദ്ദേശിച്ചത്. പാർലമെന്റിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഈ ചർച്ചകൾക്കായി. വളരെ വിശദമായി തന്നെ ചർച്ചയാകാം. CBI അന്വേഷണം അടക്കം ഇതിനോടകം തന്നെ സർക്കാർ
പ്രഖ്യാപിച്ചു. കാരണക്കാരായവരെ കൃത്യമായി അറസ്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാണ്. എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളത് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയെ ധരിപ്പിച്ചു. എന്നാൽ അടിക്കടി ഗോൾ പോസ്റ്റ് മാറ്റുന്നത് പോലെ പ്രതിപക്ഷം നിലപാടുകൾ മാറ്റുകയാണ്. ഓരോരോ പുതിയ നിബന്ധനകൾ സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയാണ്. അത്തരം നിബന്ധനകൾ പലതും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് തയ്യാറാണ്. പാർലമെന്റാണ് അതിന് ഉതകുന്ന വേദി. പാർലമെന്റിൽ സർക്കാർ ഇതിന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് പലകുറി ആവർത്തിച്ചു. എന്നാൽ പല അടവുകൾ പയറ്റുകയാണ്. CJPക്ക് പിന്നിലേക്ക് ആദ്യം പോയി. CJPയുടെ സമരം, പാറ്റ പാർട്ടിയുടെ സമരം ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുഴുവനായി ഈ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ കച്ചവടം നടത്താമെന്നുള്ളത് കോൺഗ്രസും കോൺഗ്രസോടൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷ സഖ്യവും ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ ചിന്തിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഈ CJP നടത്തുന്ന സമരവേദിയിലേക്ക് കടന്നു വന്നതും അവർക്ക് പിന്തുണ അർപ്പിച്ചതും. കഴിഞ്ഞ ദിവസമടക്കം ഗാന്ധി സ്മൃതി മണ്ഡപത്തിലടക്കം കോൺഗ്രസിൻ്റെയും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെയും MP-മാർ നടത്തിയ സന്ദർശനമടക്കം രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് ഈ പ്രതിപക്ഷം ഈ രാഷ്ട്രീയ നാടകം കളിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്രം അഭ്യർത്ഥിക്കുന്നതും അതാണ്. കുട്ടികൾ ആരുടെയാണേലും അല്ലെങ്കിൽ കുട്ടികൾ ആരുടെയാണ് എന്നത് വിഷയമല്ല, മറിച്ച് അവർ ഈ രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അവരെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ